ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അട്ടപ്പൂക്കളമിട്ടതിനും പാർത്ഥസാരഥിയുടെ ഭഗവധ്വജം പുഷ്പം കൊണ്ട് നിർമ്മിച്ചതിനും ക്ഷേത്ര ഭരണസമിതിയുടെയും CPM-ന്റെയും നിർദ്ദേശാനുസരണം സൈനികരടക്കമുള്ള 27 രാജ്യസ്നേഹികളായ ചെറുപ്പക്കാർക്കെതിരെ കള്ളക്കേസെടുത്ത ശാസ്താംകോട്ട പോലീസിന്റെ കിരാത നടപടിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വൻപിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതാ ചരിത്രമിറങ്ങുന്ന ശാസ്താംകോട്ടയുടെ രാജവീതികളിലൂടെ കടന്നു വരികയാണ്. ബഹുമാന്യരെ, ജനാധിപത്യ വിശ്വാസികളെ, മുതുകിലാക്കാന ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ എഴുതിക്കൊണ്ട് ഒരു പൂക്കളമിടാൻ ശ്രമിച്ചപ്പോൾ പോലീസിന്റെ കിരാതമായ ധാർഷ്ട്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ ധൈര്യത്തോടുകൂടി പ്രവർത്തകർക്ക് മനസ്സ് നിറയെ നന്ദി പറയാനും അഭിനന്ദനങ്ങൾ പറയാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പോലീസുകാരെ കേസെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സൈനികർ, ഒരാള് ഇപ്പോൾ സേവനത്തിലുള്ള ഒരു സൈനികൻ, ഒരാള് എക്സ് സർവീസ്മാൻ പ്രിയപ്പെട്ട അശോകനും പ്രിയപ്പെട്ട ശരത്തും. ചെറിയ അഭിനന്ദനങ്ങളൊന്നും കൊടുത്താൽ മതിയാവില്ല. കാരണം എന്റെ പിന്നിൽ നിൽക്കുന്ന ഈ പോലീസുകാർ, അതിലൊരു പോലീസുകാരനെ കുറിച്ച് ഇവിടെ കുറച്ചു നേരമായി എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ മലേഷ്യയിൽ കിടന്ന് കറങ്ങുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരന്റെ കയ്യിലിരിക്കുന്ന ലാഠി പോലെയല്ല ഇൻസാസ് റൈഫിളും AK-47 കൈകാര്യം മിടുക്കന്മാരെ ചോദിച്ചു നോക്കണം. ഇൻസാസ് റൈഫിളും AK-47 കൈകാര്യം ചെയ്യുന്ന ഇവരെയാണോ നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കുന്നത്? അതുകൊണ്ട് ഇവിടുത്തെ പോലീസുകാർക്കും ഒരു പ്രത്യേക നന്ദി പറയാൻ, ആ പ്രത്യേകിച്ചും അറിയിലുണ്ടാക്കുന്ന പോലീസുകാർക്ക് പ്രത്യേകിച്ചും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കാരണം ഇന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന് ഉള്ളിലുള്ള കാക്കിക്കുള്ളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ, കാക്കിക്കുള്ളിലുള്ള ദേശവിരുദ്ധനെ ഇന്ന്
ലോകം മുഴുവൻ അറിയുന്നത് നിങ്ങൾ കാരണമാണ്. അതേ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇപ്പൊ ഞാൻ രാവിലെ വരുന്ന വഴിക്ക് ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം തുറന്നുരെ ഫോൺ വിളിയായിരുന്നു. കാരണം ഇന്ന് ദേശീയ ശ്രദ്ധ പിടിച്ചു വച്ചിരിക്കുകയാണ് വിഷയം. ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ വന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യുവമോർച്ചയുടെ പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന യുവമോർച്ച പ്രതിഷേധിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നിരവധി പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല കേരളത്തിലെ പോലീസ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ വരുന്ന പാർലമെന്റ് സെഷനിൽ ഈ കേരള പോലീസിനെതിരെ പാർലമെന്റിൽ തന്നെ ഞങ്ങൾ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംശയമില്ല. ഇന്ന് കേരളത്തിലെ പോലീസിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കേരളത്തിന്റെ പോലീസിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഉത്തരവ് വരുന്നത് ഇപ്പോൾ DGPMI ഓഫീസിൽ നിന്നോ SP ഓഫീസിൽ നിന്നൊന്നുമല്ല. ഇവർക്കുള്ള ഉത്തരവ് വരുന്നത് AKG സെന്ററിൽ നിന്നാണ്. ഇന്ന് കേരളത്തിലെ പോലീസുകാർക്കുള്ള ഉത്തരവ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള അശോകനെ പോലുള്ള ആളുകളുടെ പിന്നിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, കുനിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിലിഴഞ്ഞു വരും. ഇന്ന് കേരള പോലീസിന്റെ ശാസ്താംകോട്ട പോലീസിന്റെ അവസ്ഥ ഏതാണ്? കുനിയാൻ പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞു വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇന്നിവിടുത്തെ പോലീസുകാരുടെ. ഇപ്പൊ ഒരു പാട്ട് ഭയങ്കര ഫേമസ് ആണ്, വൈറലായിട്ട് ഓടുന്നുണ്ട്. ഇത് ഏത് മൂഡ് എന്ന്. നമുക്കിത് ഓപ്പറേഷൻ സിന്ദൂർ മൂടാണെങ്കിൽ അവർക്കിപ്പോൾ മുട്ടിലിഴയുന്ന മൂടാണ് കേരള പോലീസ്. അതുകൊണ്ട് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ശബരിമല പ്രക്ഷോഭ സമയത്ത് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന നിരവധി പ്രവർത്തകർക്കെതിരെ നിങ്ങൾ 100 കണക്കിന് കേസെടുത്തില്ലേ? അന്ന് ഞങ്ങൾ ഭയന്നിട്ടില്ല. ഈ സൈനികർക്കെതിരെ നിങ്ങൾ കേസെടുത്തല്ലോ. ഈ സൈനികർ നേരത്തെ ഇവിടെ പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ നെഞ്ചത്ത് പോയി മറുപടി കൊടുത്തിട്ട് വന്നപ്പോ സൈനികരാണ്. അവർക്കെതിരെ കേസെടുത്തിട്ടാണ് നിങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇവിടുത്തെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്, AKG സെന്ററിൽ നിന്ന് വരുന്ന തിട്ടൂരവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, ഇവിടുത്തെ ദേശഭക്തരെ, ഇവിടുത്തെ സൈനികരെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരരുത്. നിങ്ങൾ സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുതുപിലാക്കാട് തേവരുടെ മുന്നിൽ ഒരു അർത്ഥമിട്ടപ്പോ ഗോകുലം അനില പ്രസിഡന്റിന്റെ പേരെന്താ? ഗോകുലം ശരൺ. അവൻ പറയുകയാണ്, കാവി പാടില്ല സുഹൃത്തെ. അത് തന്നെ അശോകൻ. ഞാൻ സ്വാഗതം. ഇതിന്റെ ഉദ്ഘാടകനായിട്ടുള്ള അനൂപ് ആന്റണിജിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സംസ്ഥാന വക്താവ് സെക്രട്ടറിമാരായിട്ടുള്ള AR അരുൺജി, ആലഞ്ചേരി ജയചന്ദ്രൻ ചേട്ടൻ, മറ്റ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, അതുപോലെ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ ഭാരവാഹികൾ, മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യം നിർവഹിക്കുന്നു. बोलो भारत माता की, बोलो भारत माता की, ऑपरेशन सिंदूर की. പോലീസിലെ ഭരണസമിതിയുടെ 50 കോടിയാണ് അവിടെ അത്തപ്പുകൾ വിട്ടത്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ അടക്കമുള്ളത് രാവിലെ അത്തപ്പുകൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയതിന്റെ പേരിൽ രാവിലെ ശാസ്താംകോട്ടയിലെ SA വന്നിട്ട് അത് അവിടെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും ഏതാണ്ട് 25ഓളം വരുന്ന യുവാക്കളെ കണ്ടാലറിയാവുന്ന 25ഓളം വരുന്ന യുവാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഭാരതീയരെ സംബന്ധിച്ചും അഭിമാനമായ നിമിഷമാണ്. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒട്ടനവധി അമ്മമാരുടെ നമുക്കറിയാം ബന്ധപ്പെട്ട് ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ ഒട്ടനവധി യുവാക്കൾ
അവിടെ ഭഗവാന്റെ ഭഗവത്ഗീതം നിങ്ങൾക്കറിയാം പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. ആ പുഷ്പം കളിച്ചപ്പോൾ അല്ലെങ്കിൽ ആ വട്ടപ്പൂക്കളത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പടമുണ്ട്. ആ അമ്പലത്തിന്റെ പേര് പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പാർത്ഥന്റെ പേര് കാണിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ പേരിലും ഭഗവത്ഗീതമുണ്ട്. ആ സൂചകമായിട്ടാണ് മര്യാദക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഈ വിഷയം പൊന്നുതേവരുടെ തിരുമുന്നിൽ മുതലാക്കാട് പാർത്ഥസാരഥി അങ്ങനെയാണ് ഇന്നാട്ടിലുള്ള ശാസ്താംകോട്ടക്കാരും മുതലാക്കാടുകാരും വിവിധ കരകളിലുള്ള ഭക്തജനങ്ങളും വിശേഷിപ്പിക്കുന്നത് പൊന്നുദേവർ എന്നാണ്. ആ പൊന്നുദേവരുടെ തിരുമുന്നിൽ തിരുവോണ നാളിൽ അവധിക്കായി വന്നിട്ടുള്ള സൈനികരും റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരും ബാലഗോകുലത്തിന്റെ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ശാസ്താംകോട്ട CI വരച്ചു നൽകിയ അതേ സ്ഥലത്ത് അദ്ദേഹം സ്കെച്ചിട്ട അതേ സ്ഥലത്താണ് അത്തപ്പൂക്കളമിട്ടത്. ആ അത്തപ്പൂക്കളമിട്ടപ്പോ കണ്ണൂർ കളക്ടറേറ്റിലെ പോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ധീരരായിട്ടുള്ള സർവീസിലുള്ള 8 സൈനികർ പാർത്ഥസാരഥിയുടെ തിരുമുന്നിൽ ഇത്തരത്തിലുള്ള അർത്ഥമിട്ടപ്പോൾ പോലീസ് സെക്യൂരിറ്റിയോട് കൂടിയാണ് ക്ഷേത്രസഭയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളും ബിന്ദു അമ്മണിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചേച്ചിമാർ രഗിന ഫാത്തിമയുടെ ആവേശം വിളമ്പുന്ന ആ മേനി കണ്ട് പോസ്റ്റുള്ള സഖാക്കളും പൊന്നുദേവരുടെ തിരുമുന്നിൽ ആദ്യം അർത്ഥമിട്ടു. രണ്ടാമതാണ് നമുക്കിവിടുത്തെ ശാസ്താംകോട്ട CI ഒരു സ്ഥലം പതിച്ചു തന്നു. അവിടെ നമ്മൾ അർത്ഥമിട്ടു. ചെണ്ടുമല്ലിയുടെ നിറം നമുക്കറിയാം, കാവിയായിപ്പോയി. പച്ച ചെണ്ടുമല്ലി പെയിന്റ് അടിച്ചു തരാൻ ഷാനവാസ് ഗസലിൽ നിന്ന് വിടില്ല. കാരണം അവൻ അവന് റീല് പിടുത്തമേലുള്ള അവന് 6.5 അടി നീളമുണ്ട്. ഇത് ഭീകരർ പറഞ്ഞ രീതിയിലുള്ള ഐറ്റവുമുണ്ട്. ഇവിടെ പകൽഗാമിൽ പൊക്കി നോക്കിയല്ലോ, ആ രീതിയിലുള്ള ഐറ്റവുമുണ്ട്. കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. പകൽഗാമിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ നോക്കി, കലിമ ചൊല്ലാത്തവരെ നോക്കി, അതിനുശേഷമാണ് വെടിവെച്ചു കൊണ്ടത്. എന്നിട്ട് അവിടെ 3 ദിവസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ള ഒരു സ്ത്രീ, നമ്മുടെ ഒരു സഹോദരി, അവളോട് ഭീകരവാദികൾ പറഞ്ഞതെന്താണ്? നീ പോയി നിന്റെ മോഡിയോട് പറയാൻ. അവളുടെ ഭർത്താവിനെ കൺമുന്നിലിട്ട് വെടിവെച്ചു കൊന്നു ഭീകരവാദികളായിട്ടുള്ള ആൾക്കാർ. മോഡിയോട് അവൾ പോയി പറഞ്ഞു. മോഡിയോട് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അതായത് കലിമ ചൊല്ലാത്തതിന്റെ പേരിൽ വെടിവെച്ചു കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ രോദനം കേട്ട നരേന്ദ്രമോദിജി പറഞ്ഞു, ഇതിന് ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും. വ്രതമെടുത്തുകൊണ്ട് നരേന്ദ്രമോദി കാത്തിരുന്നു. പാകിസ്ഥാന്റെ ബോർഡറിലല്ല അടിച്ചത് മിസ്റ്റർ ഷാനവാസ്, കയറി അടിച്ചത് നല്ല സുന്നത്ത് ചെയ്ത ഭീകരവാദികളുടെ നേഴ്സറിയെ തരിപ്പണമാക്കി. അണുബോംബ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. അണുബോംബ് എടുത്തുകൊണ്ട് വരുന്നതിന്റെ റൗണ്ടിൽ 4 റോഡുകളുണ്ട്. ആ റോഡിൽ നിന്ന് പൊക്കാൻ പറ്റില്ല. അത് പാകിസ്ഥാനിക്ക്. അവിടെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ പേരിട്ടുകൊണ്ട് നടത്തിയുള്ള ഓപ്പറേഷനിലെ കേണൽ ഡിന്നി സാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ രക്തം തിളയ്ക്കുകയാണ്. ആർക്കു വേണ്ടിയാണ്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ